അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. മുഅ്മിനീങ്ങളെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബ്. ഞാൻ ഈ സംഭവം വിവരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അതിന്റെ ഇടയിലേക്ക് ചേർത്ത് പറയാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിങ്ങനെ പറയാണ്, ഹഫ്സ ബീവിന്റെ ആങ്ങളെയാണല്ലോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ മകളാണ് ആര്? ഹഫ്സ ബീവി. ഹഫ്സ ബീവി ആരാ? അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തൊരു ചരിത്രമുണ്ട്. സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് എന്നാണ് എൻ്റെ ഓർമ്മ, സ്വഹീഹായ ഹദീസാണ്. അള്ളാഹിന്റെ റസൂൽ എന്നും നേരം വെളുത്താ ചോദിക്കും, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നോക്കണം അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യം, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പൊ സ്വഹാബികൾ കഥ പറയും. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും, നബി തങ്ങൾ അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തഅ്വീലു റുഅ്യ. ഇബ്നു ഉമർ തങ്ങൾ പറയാം, പടച്ചോനെ എനിക്കൊരു സ്വപ്നം എന്ന് കണ്ടാൽ എത്ര റാഹത്ത്, ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഒരു സ്വപ്നം കാണണ്ടേ? എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കാലങ്ങളായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടില്ല. ചിലർ സ്വപ്നം കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടാറില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പടച്ച തമ്പുരാനെ, സ്വപ്നം വരണ്ടേ, എന്താ ഇപ്പൊ ചെയ്യാ? ആയിക്കോട്ടെ. ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ കൊതിച്ചു. ഒരു ദിവസം പള്ളി മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹ് നിന്റെ പള്ളിയിലാണ് ഞാൻ കിടന്നുറങ്ങണത്. പള്ളിയിലെന്ന് ഉറങ്ങിയിട്ടുണ്ട് സ്വഹാബിമാർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പള്ളി കിടന്നിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, ഇന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചു തരണം പടച്ചോനെ. അള്ളാഹിന്റെ റസൂൽ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? ആര് ചോദിച്ചു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അന്നൊരു സ്വപ്നം കണ്ടു. എന്താ കണ്ടെന്നറിയോ? മരിച്ചുപോയി. 2 മലക്കുകൾ വന്ന് പിടിച്ചുകൊണ്ടുപോവാ. 2 മലക്കുകൾ എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് നരകം ഇങ്ങനെ കാണിച്ചു. നരകം ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അവിടെ എനിക്ക് പരിചയമില്ല കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പേടിച്ചു. അപ്പൊ വേറൊരു മലക്ക് വന്നു, എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു. ഇത് കണ്ടപ്പോ പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഓടിച്ചെന്നു ഹഫ്സ പെങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കണം, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇന്നതാ സ്വപ്നം. പെങ്ങളോട് പറഞ്ഞു കൊടുത്തു. പെങ്ങൾ അള്ളാഹിന്റെ റസൂലിനോട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, നബിയെ ആങ്ങളെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോലോ. നബി തങ്ങൾ പറഞ്ഞു, നിഅ്മർ റജുൽ, നല്ല മനുഷ്യനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, നല്ല ചെറുപ്പക്കാരനാ. ലൗ കാന യുസല്ലി ബില്ലൈൽ, 2 റക്അത്ത് തഹജ്ജുദെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആള് ബെസ്റ്റായി പോയി. സ്വപ്നൊക്കെ എന്താ പറഞ്ഞ് നരകം കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തില്ലട്ടോ എന്നാ. നരകം പോലും കാണാതെ സ്വർഗത്തേക്ക് പോകണം, അതിന് 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിക്കാൻ പറയണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, അതിന് ശേഷം ഞാൻ 2 റക്അത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് ഉറക്കത്തെഴുന്നേറ്റ് നിസ്കരിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോയിട്ടില്ല. അല്ലാഹ്, നമ്മൾ റമദാനിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? റമദാൻ വരുമ്പോൾ തഹജ്ജുദും ഖിയാമത്തുൽ ഉഷാറ. റമദാന്റെ അപ്പുറത്തേക്കും വേണം. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാകട്ടെ. നിഅ്മർ റജുൽ ലൗ കാന യുസല്ലി ബില്ലൈൽ. അത് സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. റൂഹിന്റെ ഇടപെടലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വന്ന് ഭയങ്കര ക്ഷീണം വന്നപ്പോ വീട്ടുകാരോട് പറഞ്ഞു, പുരക്കാരെ, എന്റെ നിസ്കാരത്തിന് നേരമാകുമ്പോ നിങ്ങൾ എന്നെ വിളിക്കണം കേട്ടോ. പുരക്കാരങ്ങോട് ഉറങ്ങിപ്പോയി, അവർ വിളിച്ചില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയപ്പോൾ ഉറങ്ങിപ്പോയൊരു കഥ ഉണ്ട്. ബിലാൽ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ബിലാലെ നമ്മളിപ്പോ ഉറങ്ങണോ? ഉറങ്ങിയാൽ പിന്നെ സുബഹി കിട്ടൂല. അങ്ങനെ ഉണ്ടാവും. വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് രാത്രി 3 വന്ന് കിടന്നുറങ്ങുക, സുബഹി ഖളാ ആക്കിയാൽ പിന്നെ എന്താ പിന്നെ കഥ? ഇപ്പൊ ഈ വേള തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരം വൈകി ചെന്നിട്ട് സുബഹി ഖളാ ആക്കുകയാണെങ്കിൽ പൊന്നാര മുമ്പേ ഇവിടെ ഇരിക്കൽ നിങ്ങൾക്ക് കുറ്റ. പോയി കിടന്നുറങ്ങി സുബഹിക്ക് എഴുന്നേൽക്കാൻ നോക്കണം. അതാണ് മസ്അല. പൊന്നാര ഉസ്താദ് എങ്ങനെ പറഞ്ഞാൽ പിന്നെ വേളത്തിന് ആള് വരുമോ? അങ്ങനെ വരുന്നവര് വന്നാൽ മതിയല്ലോ. അല്ലാതെ ആൾക്കാരെ സുബഹി ഖളാ ആക്കാൻ പറ്റുമോ? കളയാൻ പറ്റുമോ? ഇല്ല. അതാണ് പ്രാധാന്യം. ഫർദ് നിസ്കാരം അതിപ്രധാനമുള്ളതാണ്. അത് സുന്നത്തുകൊണ്ട് ഫർദ് നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പടച്ചവനവന്റെ ഇബാദത്തുകൾ മുഹ്കമും അള്ളാഹുവിന്റെ കിതാബിലെ മുത്തശാബിഹും ഒക്കെ ഈമാനുള്ളവരും അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നവരുമാക്കി റബ്ബ് നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, നിയ്യത്ത് ചെയ്യുക. ഒരു 2 റക്അത്തെങ്കിലും ഞാൻ രാത്രി അള്ളാഹ്ക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഒന്ന് നിയ്യത്ത് ചെയ്യാൻ അല്ലേ? ഫിഫ കപ്പ് നടക്കുമ്പോൾ നമുക്ക് നേരം വെളുക്കോളം ഇരിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ
അല്ലേ? ഗോൾഡ് കപ്പ്, എന്താ പറയാ, വലിയ വലിയ വേൾഡ് കപ്പുകൾ, അതിന്റെ ഫൈനലുകൾ, ക്രിക്കറ്റും ഫുട്ബോളും, എത്ര ഉഷാറുള്ള ചെറുപ്പക്കാർ, യാ അല്ലാ, നെസ്കഫി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നേരം വെളുക്കോളം കാല് നീട്ടിയിരിക്കുക, ഒരു ഉറക്കോന് വരുന്നില്ല. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. രാത്രി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് നമുക്ക്. എന്താ മുഅ്മിനെ നമ്മുടെയൊക്കെ അവസ്ഥ? നമ്മളൊക്കെ ഇങ്ങനെ ആയാൽ മതിയോ? ചെറുപ്പക്കാർ, ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. നമ്മളൊക്കെ അല്ലാഹു തആല അത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇബാദത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരക്കാരോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ, അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പറയാ, സുബൈക്കല്ല ഖിയാമുൽ ലൈൽ, തഹജ്ജുദിന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം കേട്ടോ. പരക്കാരങ്ങ് ഉറങ്ങിപ്പോയി, അവർ എഴുന്നേറ്റില്ല. ഫഅതാനി ആതിൻ ഫീ മനാമി, ഉറങ്ങിക്കൊണ്ടിരിക്കേ എന്റെ അരികത്തേക്ക് ഒരാൾ വന്നു. ഖും യാ അലാ ഇബ്നു സിയാദ് ഉദ്കുരില്ലാഹ യദ്കുറുക. അലാ, എഴുന്നേൽക്കിൻ, അല്ലാഹനെ പറ്റി ഓർക്കിൻ, അല്ലാഹു നിങ്ങളെ പറ്റി ഓർക്കും. എന്റെ തലയുടെ മുമ്പിലുള്ള കുറച്ച് മുടി കെട്ടി പിടിച്ചിട്ട് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ പിടിച്ച പിടുത്തത്തിൽ എന്റെ തലമുടിയിലെ മുൻഭാഗം കെട്ടി എഴുന്നേറ്റ് നിന്നു. മുട്ടിങ്ങട്ട്, ചില കുട്ടികളൊക്കെ സ്പൈക്കി ഹെയർ ഇല്ലേ, ഇവിടെ കണ്ട അങ്ങനത്തെ സ്റ്റൈലൊന്നും കാണില്ലല്ലോ, ഉണ്ടല്ലേ? അല്ലാ, ഇഷ്ടം പോലെ ഉണ്ട്. സ്പൈക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുക, മുടിയൊക്കെ ജെല്ലൊക്കെ വെച്ചിട്ട് നിർത്തിങ്ങനെ. എന്റെ മുമ്പിലെ മുടി അങ്ങോട്ട് എഴുന്നേറ്റ്, അത് പിടിച്ചിട്ടാ എഴുന്നേൽക്കാൻ പറഞ്ഞു. സ്വപ്നത്തെ എഴുന്നേൽപ്പിച്ചതാ. എഴുന്നേറ്റ് ഇരുന്ന് നോക്കുമ്പോൾ മുടി ഇങ്ങനെ എണീറ്റിക്കുക. ഒരു ജെല്ല് ഉപയോഗിച്ചിട്ടില്ല അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാ. മുടി ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കുക. അത് സുന്നത്താന്നല്ല ഈ പറയണത് കേട്ടോ. അത് നിങ്ങൾ ആരെ പറ്റിയിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, അതൊരു സിനിമാ നടൻ ചെയ്ത പണിയാണെങ്കിൽ ഓല് പോണോടത്തേക്കാ നാളെ പോവുക. അതൊരു ക്രിക്കറ്റുകാരൻ ചെയ്ത പണിയാ, ഓൻ സ്വർഗത്തേക്കോ നരകത്തേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതാണ്. അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ആലോചിച്ച് ചെയ്താൽ മതി. കോപ്പി അടിക്കുക എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാൻ ഈസ് ബൈ നേച്ചർ ഇമിറ്റേറ്റീവ്. അങ്ങനെയാണ്. നമുക്ക് പ്രകൃതിയെ തന്നെ ഒരാളെ കോപ്പി അടിക്കാൻ തോന്നുന്നു, അയാളെ പോലെ എന്ന് തോന്നും. അതിനെ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനെ തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ കണ്ടു അതേപോലെ ജീവിച്ചോ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പി അടിച്ചേക്കും, അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ജീവിച്ചോ എന്ന് പറയാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്. അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാ പറയാ, ഉറങ്ങിക്കിടക്കുന്ന എന്റെ തലയുടെ മുൻഭാഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റിരിക്കുമ്പോ തലയുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ ആ മുടി താഴ്ന്നിട്ടില്ല. കുളിച്ചാലും എപ്പോഴും അത് ആ മുടികൾ അങ്ങനെ ഇവിടുത്തെ ഒരു കെട്ടുമുടി ഇങ്ങനെ സ്പൈക്കായിട്ട് നിൽക്കും വഫാത്താകുന്നത് വരെ. യഹ്യ ഇബ്നു ബിസ്താം റഹിമഹുല്ലാഹ് പറയാണ്, ഞങ്ങൾ അവരെ കുളിപ്പിച്ചു. അലാ ഇബ്നു സിയാദ് തങ്ങളെ മയ്യിത്ത് കുളിപ്പിച്ചത് ഞങ്ങളാണ്. ഫലഖദ് ഗസൽനാഹു യൗമ മാത് വഇന്നഹുന്ന ലഖിയാമുൻ ഫീ റഅസിഹി. മരിച്ചപ്പോഴും ഈ മുടി തലയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വപ്നത്തിൽ നടന്നതാ. റൂഹിൽ ഇടപെട്ടതാണ്. അത് ജീവിതകാലം മരിക്കുവോളം ഉണ്ടായി. അലാ ഇബ്നു സിയാദ് തങ്ങളുടെ തലയിൽ ആ മുടി മരിച്ചപ്പോഴും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. മരിച്ചപ്പോൾ അങ്ങനെ നടന്ന്